പയ്യന്നൂർ ശാന്തി കാർണിവൽ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ടോക്കീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് രാവിലെ നേരത്തെ ഞാനിവിടെ എത്തിയിട്ടുള്ളത്. സമയം 7 മണി ആയിട്ടേ ഉള്ളൂ. യൂഷ്വലി നമ്മൾ രാവിലെ 10 മണി 10:30ക്കുള്ള മോർണിംഗ് ഷോ, ഫസ്റ്റ് ഷോ ആണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് രാവിലെ ഇത്രയും നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണില്ലേ? എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഡേ ആണ് ഇന്ന്. ഇവിടെ തിയേറ്റർ കോമ്പൗണ്ട് ഫുൾ ഇത്ര നേരം സെലിബ്രേഷൻ മോഡിലായിരുന്നു. ഇവിടെ ഫുൾ ബഹളമായിരുന്നു, ബാൻഡും ഒക്കെ ആയിട്ട്. അപ്പോൾ സിനിമ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. സിനിമയെക്കുറിച്ച് കൂടുതൽ ഇൻട്രോ പറയേണ്ട ആവശ്യമൊന്നുമില്ല. യെസ്, ലൂസിഫർ. ടോക്കീസ് എന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലൂസിഫർ ആണ്. സോ ടോക്കീസ്, ലെറ്റ്സ് ടോക്ക് സിനിമ. വെൽക്കം ടു ടോക്കീസ്. ഫിലിമിന് തൊട്ട് മുൻപുള്ള 27 ദിവസങ്ങളിലായി 27 ക്യാരക്ടർ പോസ്റ്റേഴ്സ്. ഓരോ ദിവസവും സസ്പെൻസ് കൂടി വരികയായിരുന്നു. ആ 27 പോസ്റ്റർ, ലാസ്റ്റ് പോസ്റ്ററിൽ ശരിക്കും നമ്മളെ ഞെട്ടിച്ചു. യെസ്, രാജുവേട്ടൻ. യൂത്തന്മാരുടെ ഇടയിലാണെങ്കിലും അതുപോലെ സീനിയർ താരങ്ങളുടെ ഇടയിലാണെങ്കിലും ഒരുപോലെ പ്രസൻസ് ഉള്ള, ഒരുപോലെ പോകാൻ പറ്റിയ ഒരു ആക്ടർ പൃഥ്വിരാജ്. യെസ്, നമ്മുടെ സ്വന്തം രാജുവേട്ടൻ്റെ ഡയറക്ടറൽ ഡെപ്ത്. ലൂസിഫർ നായകനായി എത്തുന്നത് നമ്മുടെ ലാലേട്ടനും. ടൊവിനോ, ഇന്ദ്രജിത്ത്, വിവേക് ഒബ്രോയ്, മഞ്ജു വാര്യർ, സാനി അയ്യപ്പൻ തുടങ്ങിയ ഒരുപാട് താരങ്ങളും. ശരിക്കും ഇനിയും ഒരുപാട് ആൾക്കാരുടെ പെട്ടെന്ന് വന്നത് ഈ കുറച്ച് പേരുടെ പേര് മാത്രമാണ്. ഒരു കട്ട രാജേട്ടൻ ഫാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ത്രില്ലിലാണ്, ഭയങ്കര എക്സ്പെക്റ്റേഷനിലുമാണ്. ബിക്കോസ് പുള്ളി ആക്ട് ചെയ്യുന്ന ഓരോ സിനിമകളും വെറും ഒരു സിനിമകൾ മാത്രമല്ല, എല്ലാം വേറെ ലെവലാണ്. അപ്പോൾ പിന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമോ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ്. എല്ലാവരും അതുപോലെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്ര നേരം 7 മണി ആവുന്നില്ല എന്നുള്ള ടെൻഷനിലായിരുന്നു. ഇപ്പോൾ സമയം 7 മണിയായിട്ട് ഇവിടെ ഒരു സ്ക്രീനിൽ ഷോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ പയ്യന്നൂർ ശാന്തി കാർണിവലിൽ 2 തിയേറ്ററിലും ഇന്ന് ഫാൻ ഷോ നടക്കുന്നുണ്ട്. ഒരു തിയേറ്ററിൽ ഓൾറെഡി ഷോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് തിയേറ്ററിൽ ഇപ്പോൾ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ എന്തായാലും ഞാൻ വേഗം തിയേറ്ററിനകത്ത് പോയിരിക്കട്ടെ. സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺ ഫോർ Talkies, let's talk cinema. ഒന്നും പറയാനില്ല. പൊളിച്ചു, സൂപ്പർ, അടിപൊളി. ഒന്നും പറയാനില്ല. പുലിയൂരുകന്റെ തന്തയായിട്ട് അടിപൊളി പടം. കുഴപ്പമില്ല, പൃഥ്വിരാജിന്റെ ഡയറക്റ്റ് ചെയ്യാൻ അറിയാം. സൂപ്പർ പടം, നല്ല പടം. ക്ലൈമാക്സ് സീക്വൻസ് ഒഴികെ ബാക്കിയുള്ള ആവറേജ്. അടിപൊളി 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 പടം. സൂപ്പർ സൂപ്പർ പടം, സൂപ്പർ സൂപ്പർ പടം, സൂപ്പർ പടം, സൂപ്പർ സൂപ്പർ പടം, പൊളിച്ചടിക്കും. അടിപൊളി പടം, സൂപ്പർ സൂപ്പർ പടം, സൂപ്പർ അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ കിട്ടും കിട്ടും. എടാ മുടിഞ്ഞ മമ്മൂട്ടി ഫാനാണ്, ഡൈഹാർഡ് മമ്മൂട്ടി ഫാൻ. ഇത്രയും നല്ല ലാലേട്ടന്റെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. അടിപൊളി അടിപൊളി കിട്ടും, മാസ് കിട്ടും, പക്ക കിട്ടും. ഈ പാറി സിനിമ പോലെയുണ്ട്.
ഇതിലെ നടന്റെ പേര് മോഹൻലാൽ വേറെ എന്തെങ്കിലും പറയാനില്ല. അടിപൊളി മാസ് പടം. നമ്മ കാണാൻ ആഗ്രഹിച്ച ലാലേട്ടൻ ഇത് തോന്നുന്നു. സൂപ്പർ അടിപൊളി 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 കുഴപ്പമില്ല, നല്ല പടം. പൊളിപ്പടം, മാസ് പടം. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ പടം. നല്ല സൂപ്പറായിരുന്നു ലാലേട്ടൻ്റെ പടം. എനിക്കിഷ്ടപ്പെട്ടിരുന്നു. നല്ല പടമായിരുന്നു. ലാലേട്ടൻ അവരുടെ അനിയന്മാർക്ക് തന്ന ഒരു സമ്മാനമാണിത്. ഇത് പയ്യന്നൂർ യാത്ര ലാലേട്ടൻ ഫാൻസിൻ്റെ ആശംസകൾ നേരുന്നു. സൂപ്പർ. പടം സൂപ്പർ. നമ്മൾ ഏറെ പ്രതീക്ഷയോടെ വന്ന ഒരു പടമാണ് ലൂസിഫർ എന്ന് പറഞ്ഞത്. ഒടിയ ശേഷം ഇപ്പോൾ പുതിയതായിട്ട് ലാലേട്ടൻ്റെ പടം റിലീസായിരിക്കുകയാണ്. വളരെ മികച്ച അഭിപ്രായം. നല്ല മാസ് പടം തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഫുൾ മാസാണ്, ഫൈറ്റ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഒക്കെ ഉണ്ട്. പൃഥ്വിരാജും നല്ല റോൾ ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് ഗംഭീരാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടും ഇത് പ്രേക്ഷകർ സ്വീകരിക്കുന്ന യാതൊരു സംശയവും വേണ്ടുന്നില്ല. പൃഥ്വിരാജ് ഒരു നല്ലൊരു സൂപ്പർ സംവിധാനമാണ്. ഇനി ലാലേട്ടൻ എപ്പം പൃഥ്വിരാജിൻ്റെ ഒപ്പം അഭിനയിക്കണം എന്നാണ് പറയുന്നത്. അയാൾ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കണം. ലാലേട്ടൻ പൃഥ്വിരാജിന് പണിയറിയാൻ തെളിയിച്ചിരിക്കുകയാണ് ആദ്യ ചിത്രത്തിലൂടെ. മികച്ച ഡയറക്ഷൻ, അതുപോലെ തന്നെ ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ്, മാസ് എലമെൻസിനൊക്കെ ഒരു 1.5 ഐറ്റായിരുന്നു പടം. പിന്നെ അതുപോലെ മുരളി ഗോപിയുടെ നല്ലൊരു തിരക്കഥ നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു പടം. വിഷു ലൂസിഫർ കൊണ്ടുപോകും. ആറ്റ്ലി, ദളപതി, കാർത്തിക്, തലൈവർ. ഫാൻ ബോയ്സ് അവരുടെ ഫാൻസിനെ വെച്ച് സിനിമയെടുത്താൽ പ്രേക്ഷകൻ എങ്ങനെ ആ നടനെ കാണാൻ ആഗ്രഹിച്ചു അത് കിട്ടിയിരിക്കും. അത് തന്നെയാണ് മർസലിലും പേട്ടയിലും നമ്മൾ കണ്ടത്. ആ ഫാൻ ബോയ് സിനിമകളിലേക്ക് നമുക്കിനി പൃഥ്വിരാജ് ലാലേട്ടൻ കോംബോ ആഡ് ചെയ്യാം. ലൂസിഫർ ഈ ഇയറിലെ ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി. വിഷു ലാലേട്ടനും പിള്ളേരും കൊണ്ടുപോവാന്ന് പറഞ്ഞേക്ക് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. പൃഥ്വിരാജ് എന്ന നടനെയും പ്രൊഡ്യൂസറെയും നമ്മൾ കണ്ടതാണ്. ആദ്യ സംവിധാനവുമായി ലൂസിഫർ എത്തിയപ്പോൾ അത് പ്രേക്ഷകനെ നിരാശപ്പെടുത്തിയില്ല എന്നത് സത്യം. ലാലേട്ടനെന്നും വേറെ ലെവലല്ലേ. നമ്മൾ കാണാൻ ആഗ്രഹിച്ച നമ്മുടെ സ്വന്തം ലാലേട്ടനെ നമുക്ക് കിട്ടി. മാസ് സീൻസും പഞ്ച് ഡയലോഗ്സുമായി ലാലേട്ടൻ നിറഞ്ഞു നിന്നു. സ്റ്റീഫൻ നമ്മൾ വിചാരിച്ച ആളല്ല, അതുക്കും മേലെയാണ്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ, അതാണ് ലൂസിഫർ. PKR എന്ന രാഷ്ട്രീയ നേതാവിന്റെ മരണത്തിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. അതുമായി റിലേറ്റ് ചെയ്ത് കഥ മുന്നോട്ട് പോകുന്നു. കാസ്റ്റിംഗിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. പക്ക പെർഫെക്റ്റ്. താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആരെയും ഒഴിവാക്കാനും പറ്റില്ല. ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ലഭിച്ചത് വിവേക് ഒബ്രോയ്ക്കാണ്. ബോബി എന്ന തന്റെ കഥാപാത്രം ഏറ്റവും നന്നായി അവതരിപ്പിച്ചിട്ടുമുണ്ട് വിവേക് ഒബ്രോയ്. രാഷ്ട്രീയത്തിലേക്ക് എത്തിയ പുതുതലമുറക്കാരനായി ടൊവിനോ തന്റെ കഥാപാത്രം മികച്ചതാക്കി. ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്ദ്രജിത്ത് കൈകാര്യം ചെയ്തത് ചെറിയൊരു വേഷമാണെങ്കിലും അത് പൊളിച്ചു. സായ്കുമാർ, മഞ്ജു വാര്യർ, സാനിയ അയ്യപ്പൻ, കലാഭവൻ ഷാജോൺ, ബൈജു, സച്ചിൻ കദേക്കർ തുടങ്ങിയ താരങ്ങളെയൊന്നും എടുത്തു പറയേണ്ട. അടിപൊളി. പൃഥ്വിരാജ് എന്ന ഡയറക്ടർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. ഹാറ്റ്സ് ഓഫ്. മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് അത് പ്രോമിസിംഗ് തന്നെയാണ്. സുജിത് വാസുദേവിന്റെ പിക്ചറൈസേഷൻ ബ്രില്യന്റ്. ദീപക് ദേവിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും തകർത്തു. വെറുമൊരു ആക്ടറല്ല മോഹൻലാൽ, മലയാളിയുടെ ഒരു വികാരമാണ്. ആ വികാരത്തെ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മളിലേക്ക് പൃഥ്വിരാജ് എന്ന സംവിധായകൻ എത്തിച്ചിട്ടുമുണ്ട്. മലയാള സിനിമയെ വേറെ തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന പൃഥ്വിരാജിൽ നിന്ന്, പൃഥ്വിരാജ് എന്ന ഡയറക്ടറിൽ നിന്ന് ഇതിലും കൂടുതൽ ഇനി പ്രതീക്ഷിക്കുന്നു. ഒരു സാധാരണ സിനിമ തന്നെയാണ് ലൂസിഫർ. അത് മികച്ചതാക്കി പ്രേക്ഷകനിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. എ പക്ക ഫാൻ ബോയ് മൂവി. ലൂസിഫറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യൂ. ലൂസിഫറിന് ടോക്കീസ് നൽകുന്നു 4 റേറ്റിംഗ്. മറ്റൊരു സിനിമയുമായി ടോക്കീസിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വര സൈനിങ് ഓഫ്. ടോക്കീസ്, ലെറ്റ്സ് ടോക്ക് സിനിമ.